ഹലോ ഫ്രണ്ട്സ്, ഇത് ഞാനിവിടെ റാവത്ത് സ്റ്റൈൽ മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പോൾ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ 1 കിലോ മട്ടനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു ഹാഫ് വേവ് വേവിക്കണം. മട്ടൻ ആയതുകൊണ്ട് നല്ല വേവുണ്ടാവും. ഇനി ഇതിലേക്ക് മസാല ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മട്ടൻ മസാല. ഇനി 1 ടീസ്പൂൺ ഉപ്പും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഒരു ബിരിയാണി ചെമ്പ് വെച്ച് കൊടുത്ത് അതൊന്ന് ചൂടാവട്ടെ. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബിരിയാണി ഇല ഇതെല്ലാം ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 6 ടീസ്പൂൺ, ഇത് നല്ലപോലെ ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് അടിപിടിച്ച് പോകും. ഇനി ഇതിലേക്ക് 8 സവോള സ്ലൈസായി അരിഞ്ഞത് അതും കൂടി ചേർക്കാം. എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കണം. ഇനി ഇതിലേക്ക് 1/2 കിലോ തക്കാളി ചെറുതായി അരിഞ്ഞത്, 7 പച്ചമുളക് നടുവായി കീറിയത് അതും കൂടെ ചേർക്കാം. ഈ തക്കാളി ഉള്ളിയൊക്കെ നന്നായി ഉടഞ്ഞ് വരണം, എന്നാൽ മാത്രമേ ഈ മസാലക്കൂട്ട് നന്നായി യോജിച്ച് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ്. ഈ തക്കാളി ഉള്ളിയൊക്കെ നന്നായി ഉടഞ്ഞ് വരുന്നവരെ നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മല്ലിത്തഴിയും പുതിനയും കൂടി ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് എല്ലാവിടെയും ചേർത്ത് ഇളക്കണം. ഇനി മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, എരിവൊക്കെ കുറച്ചിട്ടാൽ മതി കേട്ടോ, കാരണം പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ടീസ്പൂണേ മുളക് പൊടി ഇടുന്നുള്ളൂ. ഇനി നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം. ഞാൻ ജീരക സംഭ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2 കിലോയാണ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ബിരിയാണി മസാല ചേർക്കാം. 6 ടീസ്പൂൺ ബിരിയാണി മസാല, ഇത് 2 ടീസ്പൂൺ ഗരം മസാല പൊടി അതും കൂടി ചേർത്തിട്ട് എല്ലാവിടെയും ഒന്ന് ചേർത്ത് ഇളക്കിയിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ ഈ ഉള്ളിയും തക്കാളിയും നന്നായി ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ അരി ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ചേർക്കാം. ഇതുപോലെ ഉടഞ്ഞ് വരുമ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്ന ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടനും കൂടെ ചേർത്തിട്ട് ഈ മട്ടൻ ഇതിൽ മസാലയൊക്കെ നന്നായി പിടിക്കുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു ഹാഫ് വേവ് നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് ഒന്നുകൂടെ വേകാനുണ്ട്. അപ്പോൾ മട്ടൻ കറക്റ്റായിരിക്കും വേവ്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ
2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് 1 ഗ്ലാസ് അരി എന്നുള്ള അളവിലാണ് ഞാൻ പറയുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ മൊത്തത്തിൽ ഒഴിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അളവറിയില്ല. ഒരു തിള വന്നിട്ടുണ്ട്. ഇനി തിള വന്ന ശേഷം നമുക്ക് അരിയിട്ട് കൊടുത്താൽ മതി. തിളയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങ നീര്, ചെറുനാരങ്ങയുടെ നീര്, ഞാനൊരു 4 നാരങ്ങയുടെ നീരാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. 1 ഗ്ലാസ് തൈരും. എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കാം. അരി ഇട്ട് കൊടുത്ത ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയൊക്കെ നന്നായി ഒന്ന് ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് പോകും. എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കിയിട്ട് ഇനി ഫുള്ളായിട്ടൊന്ന് തീയിടണം. ഇനി ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. കറക്റ്റ് വെള്ളമാണ് കേട്ടോ. വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ പരുവമാകുമ്പോൾ നമ്മൾ ദമ്മിട്ടാൻ തുടങ്ങണം കേട്ടോ. കാരണം ഞാൻ വെള്ളം കറക്റ്റാണ്. അപ്പോൾ ഒരു ഹാഫ് വേവ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി അത് കറക്റ്റായി വേവ്. നമുക്ക് ദമ്മിടാൻ തുടങ്ങാം. ഇനി അടച്ച് വയ്ക്കാം. ഇനി കംപ്ലീറ്റ് തീയും മാറ്റണം. അടുപ്പിൽ തീ മാറ്റിയിട്ട് ഇത് മുകളിൽ ഈ തട്ടത്തിൻ്റെ മുകളിൽ കുറച്ച് തീ കോരിയിടണം. മുകളിലും കൂടെ ഇതിൻ്റെ മുകളിലൊരു കല്ല് വെച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ദമ്മിട്ട് വെക്കണം. അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറക്റ്റ് വേവാണ്. നന്നായി വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 200 ഗ്രാം നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിത്തഴയും പുതിനയുടെ ഇലയും അതും കൂടി ചേർക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. എന്താ മണം, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നെയ്യിൻ്റെയും മട്ടൻ്റെയൊക്കെ മണം അടിപൊളിയാണ് കേട്ടോ. കണ്ടപ്പോൾ ഒരു നായി വന്നിട്ടുണ്ട്. ഇനി ഇത് ആറിക്കഴിഞ്ഞാൽ കറക്റ്റാണ് ഇതിൻ്റെ വേവ്. അതാണ് വെള്ളം നമ്മൾ കറക്റ്റായി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും വേവ്. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് എല്ലാവിടെയും ഒന്ന് ചേർത്ത് ഇളക്കണം. എല്ലാവിടെയും ഒന്ന് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നല്ല മണമാണ് കേട്ടോ മട്ടൻ ബിരിയാണി. എൻ്റെ മക്കളൊക്കെ ഇവിടെ റാവത്തർ ബിരിയാണി ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ റാവത്തർ സ്റ്റൈലുണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.